What's up, you all? What's up, Chelsea fans, football fans? Welcome back to Chelsea Current Channel. Now, Victor Osimhen കുറിച്ച് സംസാരിക്കാം. So, why don't I rate Victor Osimhen so much? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ വിക്ടർ ഓസിമൻ ഹൈപ്പ് ട്രെയിനിൽ ഞാൻ പെടുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. കാരണം ഞാനൊരു ലൈവ് സ്ട്രീം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആൾക്കാരിപ്പോൾ തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ വിക്ടർ ഓസിമനെ വേണ്ട എന്ന് പറയുന്നു? ഞാൻ എന്തുകൊണ്ട് വേണം എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് എ പ്രൂവൺ ഗോൾ സ്കോറർ. And yes, stats speaks for themselves. ഈ ഒരു സ്റ്റാറ്റ്സ് എടുത്തു നോക്കാൻ നേരത്ത് എന്തുകൊണ്ടോ നമുക്ക് തീർച്ചയായിട്ടും ഓസിമനെ സൈൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാം. അതിന്റെ വാല്യുവേഷനും റിലീസ് ക്ലോസും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോന്റെ അവസാനം ഞാൻ പറയാം. പക്ഷെ ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഹി സീംസ് ടു ബി ഗുഡ്. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇടാൻ പോകുന്ന രണ്ട് സ്റ്റാറ്റ്സ് ആണ്. ഓക്കെ, രണ്ട് സ്റ്റാറ്റ്സ് ചിലപ്പോൾ സൈഡിലോ മേലിലോ എങ്ങനെയെങ്കിലൊക്കെ ആയിരിക്കും. വീഡിയോ എങ്ങനെയാണോ സൈഡിൽ ഇടാൻ ഞാൻ നോക്കാം. ഓക്കെ, നൗ രണ്ട് സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുക. രണ്ട് സ്റ്റാറ്റ്സും കാണിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഗോൾസ് പെർ ഷോട്ട്, ഒന്ന് ഗോൾസ് പെർ ഷോട്ട് ഓൺ ടാർഗറ്റ്. അതായത് ഷോട്ട് എടുക്കുമ്പോഴും ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കുമ്പോഴത്തേക്കും അത് എത്രത്തോളം ഗോൾസ് ആയിട്ട് കൺവേർട്ട് ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ രണ്ട് പ്രൊഫൈൽ നോക്കുക. ഒരാൾ ഓസിമൻ ആണ്, മറ്റാൾ ഓസിമൻ അല്ല, സ്വാഭാവികം. ഓക്കെ, ആൻഡ് ഓസിമൻ ഇസ് ഓൺ ദ ലോവർ സൈഡ്. ഒന്ന് ആലോചിക്കുക. അപ്പൊ ഓസിമൻ ആണ് ഈ ലോവർ സൈഡ്, ഏറ്റവും കുറവിരിക്കുന്ന ഓസിമൻ ആണ്. ഓസിമന്റെ കൺവേർഷൻ, ഗോൾ കൺവേർഷൻ ഇസ് റിയലി പുവർ. ആൻഡ് അത് ആസ് എ ചെൽസി ഫാൻ അതെന്നെ വല്ലാണ്ട് കൺസേൺ ചെയ്യുന്ന കാര്യമാണ്. ഹീസ് എ ഹൈ വോളിയം ഷൂട്ടർ, ഒരുപാട് ഷോട്ട് എടുക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഗോൾസും കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത്രത്തോളം കൺവേർഷൻ റേഷ്യോ കുറവുള്ളത് ഈസ് ഡേഞ്ചറസ്. കാരണം ഹാരി കെയ്നിന്റെ കൺവേർഷൻ റേഷ്യോ അത്രയ്ക്ക് ഹൈ അല്ലെങ്കിലും ഹാരി കെയ്ൻ ഈസ് ഡെഫിനറ്റ്ലി അബവ് 50th percentile. ഹാലൻഡ് തന്റെ സീസൺ മോശമായിട്ടും ഹാലൻഡിന്റെ കൺവേർഷൻ പെർസെന്റേജ് ഇസ് അബൌട്ട് 70th percentile. അതായത് ഹാലൻഡും കുറെ ചാൻസസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത്രയ്ക്ക് മോശമാകാൻ പാടില്ല. ആൻഡ് ദിസ് നമ്പേഴ്സ് ആർ റിയലി റിയലി പോർ. സോ ഹൂസ് ദി അതർ ഗൈ ഹൂസ് ബെറ്റർ ദാൻ ഓസിമൻ? ആരാണ് അവൻ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. മനസ്സിലായെന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു. വേറെ ആരുമല്ല, അവർ ഓൺ നിക്കലസ് ജാക്കി ചാൻ. നിക്കലസ് ജാക്സന്റെ കൺവേർഷൻ ഇസ് ബെറ്റർ ദാൻ ഓസിമൻ. നൗ നിക്കലസ് ജാക്സൺ ഹൈ വോളിയം ഷൂട്ടർ അല്ല, അപ്പൊ കുറച്ചും കൂടെ ഷോട്ട്സ് കുറച്ച് എടുക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ ഗോൾസ് അടിക്കുമ്പോഴത്തേക്കും അടിക്കുമ്പോഴത്തേക്കും ആ കൺവേർഷൻ റേഷ്യോ സ്ലൈറ്റ്ലി ട്വീക്ക് ചെയ്യുമെങ്കിലും അവന്റെ കൺവേർഷൻ റേഷ്യോ ബെറ്റർ ആണ് ഓസിമനെക്കാൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ ഹൈ വോളിയം ഷൂട്ടർ ആണെങ്കിൽ പോലും നിക്കലസ് ജാക്സനെ കാട്ടിലും കൺവേർഷൻ റേറ്റ് കുറവുള്ള ഒരു പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം ഫോർ ഹിം ടു സ്കോർ ദോസ് ഗോൾസ്? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി പ്രീമിയർ ലീഗ് മച്ചാനെ, ചാൻസസ് അറ്റ് എ പ്രീമിയം ഹിയർ. ആൻഡ് ക്രെഡിറ്റ് ഓസിമനെ കുറിച്ച് പറയാം. ഹി ഡെഫിനറ്റ്ലി ഗെറ്റ്സ് ഇൻ ടു പറയുന്ന പോലെ നല്ല സ്പോട്സ് ടു ഗെറ്റ് ദോസ്. ഹി ക്രിയേറ്റ്സ് ഹൈ എക്സ് ജി ഫോർ ഹിംസെൽഫ്. നല്ല കുറെ കൂടെ എക്സ് ജി പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിക്കലസ് ജാക്സന്റെ എക്സ് ജി ക്രിയേഷൻ മോശമാണ്. പുള്ളിക്കാരൻ കറക്റ്റ് പൊസിഷനിലൊന്നും എത്തുന്നില്ല. ഹീസ് നോട്ട് എ പ്രോപ്പർ സ്ട്രൈക്കർ. ബോക്സ് മൂവ്മെന്റ് മോശമാണ്. ഓസിമൻ ഇസ് ബ്രില്യന്റ് ഇൻ ഓൾ ദാറ്റ്. ബോക്സ് മൂവ്മെന്റ് നല്ലതാണ്. എക്സ് ജി ക്രിയേഷൻ നല്ലതാണ്. കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തും. നല്ല ലെഗ് ആണ്, ടോൾ ആണ്, അത്ലറ്റിക് ആണ്, ഫിസിക്കൽ ആണ്. സോ എവറിഥിങ് ഇസ് പോസിറ്റീവ്, റൈറ്റ്? ബട്ട് ദാറ്റ് ഗോൾ കൺവേർഷൻ ഇസ് മാസീവ്. കാരണം നമ്മളൊരു സ്ട്രൈക്കറിനെ എന്തിനാണ് മേടിക്കുന്നത്? ഗോൾ അടിക്കാനാണ് മേടിക്കുന്നത്. ആൻഡ് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബി ഹ്യൂജ്. ആൻഡ് പ്രത്യേകിച്ച് ക്ലച്ച് മൊമെന്റ്സിൽ ഗോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. നൗ ഒരു വളരെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിലാണ്. ലെറ്റ് സപ്പോസ് ഓസിമൻ തന്റെ സാലറി ചെൽസിയുടെ വെയ്റ്റ് സ്ട്രക്ചറിലേക്ക് അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ലെറ്റ് സപ്പോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ഓസിമന്റെ റിലീസ് ക്ലോസും കുറവാണ് കമ്പാരിറ്റീവ്ലി. എത്രയോ 60 million or 70 million euros എന്തോ ആയിട്ട് കുറഞ്ഞു. ഫോർ മീ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓസിമൻ ഇസ് എ ബെറ്റർ സൈനിങ് ദാൻ എക്കിറ്റിക്കൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യുവേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ എക്കിറ്റിക്കനെക്കാട്ടിലും എന്തുകൊണ്ടോ നല്ലൊരു സാധനം. കാരണം എക്കിറ്റിക്കനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഹൈ റിസ്ക് സൈനിങ് ഫോർ മീ. പ്രത്യേകിച്ച് ആ വാല്യുവേഷനിൽ, അവന്റെ ഗോൾ കൺവേർഷനും അവന്റെ വാല്യുവേഷനിലും. ആ ഒരു വാല്യുവേഷൻ കമ്പാരിറ്റീവ്ലി നോക്കാൻ നേരത്ത് ഓസിമൻ നമ്മുടെ വെയ്റ്റ് സ്ട്രക്ചറിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഫോർ മീ ഓസിമൻ എനി ഡേ ഓൾ ഡേ, നോ ബ്രെയിനർ. കാരണം റിസ്ക് ടു റിവാർഡ് റേഷ്യോ വിൽ ബി ബെറ്റർ ഫോർ ഓസിമൻ. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഓസിമന്റെ പ്രായവും കണക്കിലാക്കണം. അവൻ ക്ലിക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പിടിച്ച് വിൽക്കാനൊന്നും പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവൻ സൗദിയിലേക്ക് വല്ലതും പോകേണ്ടി വരും.
അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് കാശ് കൂടുതൽ കിട്ടുകയും ചെയ്യും, പോസിബിൾ. എനിവേ അത് വേറൊരു ഡിസ്കഷൻ. പക്ഷേ ഓൺ പേപ്പർ ഓസിമന്റെ കറന്റ് റിലീസ് ക്ലോസ് വേഴ്സസ് എക്കിറ്റെക്കെ കറന്റ് റിലീസ് ക്ലോസ്, ഫോർ മീ ഓസിമൻ. പക്ഷെ വേറൊരു ഇഷ്യൂ ഉണ്ട്. ഓസിമൻ വന്നു കഴിഞ്ഞാൽ ഡെലാപ്പിന്റെ ഡെവലപ്മെന്റിന്റെ വേറൊരു ഇഷ്യൂ ഉണ്ട്. കാരണം ഓസിമൻ വന്നു കഴിഞ്ഞാൽ ഹിൽ ഡിമാൻഡ് ടു സ്റ്റാർട്ട്, ആൻഡ് ഡെലാപ്പ് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് മാറി കളിക്കും. ഡെലാപ്പ് ശരിക്കും പറഞ്ഞാൽ ഓസിമൻ ഒരു കോമ്പറ്റീഷൻ ആവില്ല, ഹി വിൽ ബി എ സെക്കൻഡ് ചോയ്സ്. എക്കിറ്റെക്കെ വന്നു കഴിഞ്ഞാൽ ഡെലാപ്പും എക്കിറ്റെക്കയും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ആവും. രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രൊഫൈൽസ് ആണ്. ആൻഡ് ഓസിമനും ഡെലാപ്പും വന്നാൽ രണ്ടുപേരും സെയിം കൈൻഡ് ഓഫ് പ്രൊഫൈലാണ്. രണ്ടുപേരും വ്യത്യസ്തകരമായിട്ടൊന്നും, മേ ബി ഒരു ശൈലിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ടോട്ടൽ പ്രൊഫൈൽ നോക്കുമ്പോൾ രണ്ടുപേരും ഏകദേശം 70% സെയിം ആണ്. പക്ഷെ എക്കിറ്റെക്കയും ഡെലാപ്പും ആണെങ്കിൽ രണ്ടുപേരും കോംപ്ലിമെന്റിങ് ടൈപ്പ് ഓഫ് സ്ട്രൈക്കേഴ്സ് ആയിട്ട് കളിക്കും. കാരണം എക്കിറ്റെക്കനെ ആൾക്കാർ പൊതുവെ കാണുന്നത് ഇസാക്ക് മോഡലാണ്. ഈ വീഡിയോനെ കുറിച്ച് ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഞാൻ അത് എടുത്തു പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസിമൻ വന്നു കഴിഞ്ഞാൽ ഡെലാപ്പിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെലാപ്പിന്റെ പ്രോഗ്രസ് വിൽ ബി എൻ ഇഷ്യൂ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഡെലാപ്പ് സൈൻ ചെയ്തതിൽ ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ് ഓണസ്റ്റ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ ലുക്കിംഗ് അറ്റ് ഓൾ ദീസ് ഫാക്ടേഴ്സ്, അവന്റെ വേജ് ഡിമാൻഡ്, ഡെലാപ്പിന്റെ ഡെവലപ്മെന്റ്, കാര്യങ്ങൾ വെച്ച് നോക്കാൻ നേരത്ത്, ആൻഡ് ഹിസ് ഗോൾ കൺവേർഷൻ റേഷ്യോ, ഐ എം നോട്ട് എ മാസീവ് ഫാൻ. മേ ബി ഐ എം റോങ്. തെറ്റ് ആർക്കും പറ്റാം. കൈസോറിന്റെ കേസിൽ എനിക്ക് തെറ്റ് പറ്റി, ബട്ട് ഐ എം ഹാപ്പി. കാരണം നമുക്കല്ലേ ഗുണം ചെയ്തേ. അതുകൊണ്ടാണ് ഞാൻ ഓസിമൻ വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നിൽക്കുന്നത്. എക്കിറ്റെക്കയും വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ നിൽക്കുന്നത്. ആ വാല്യുവേഷനിൽ എക്കിറ്റെക്കനെയും വേണ്ട, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓസിമനെയും വേണ്ട. പിന്നെ ആയിരുന്നുള്ളത് വേറൊരു വീഡിയോയിൽ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് വൈ ഓസിമൻ ആൻഡ് ഓസിമൻ വേഴ്സസ് എക്കിറ്റെക്കെ, ഇപ്പോഴത്തെ വാല്യുവേഷനിൽ whom would you choose? And in case എക്കിറ്റെക്കയുടെ സെയിം വാല്യുവേഷൻ കുറഞ്ഞാൽ, let's say ഓസിമന്റെ അതേ വാല്യുവേഷനിൽ വന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഐ വുഡ് ചൂസ് എക്കിറ്റെക്കെ. കാരണം ഒരു കോംപ്ലിമെന്ററി പ്രൊഫൈൽ ആയിരിക്കും ഡെലാപ്പിന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു കോംപ്ലിമെന്ററി പ്രൊഫൈൽ ആയിട്ട് തോന്നുന്നുണ്ടോ? ഓസിമൻ വന്നു കഴിഞ്ഞാൽ ഡെലാപ്പിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Do let me know guys your thoughts in the comment section as usual. Thank you so much for watching. Signing off, SK from Chelsea Karan.